ഉറക്കത്തിൽ അപ്രത്യക്ഷമായ കുട്ടി. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ അവധിക്കാലം ആഘോഷിക്കാൻ പോയ ഒരിടത്ത് നിങ്ങളുടെ കുട്ടി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദിവസം കാണാതായാലോ? ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു യഥാർത്ഥ സംഭവമാണിത്. 2007 മെയ് മാസത്തിൽ പോർച്ചുഗലിലെ ഒരു റിസോർട്ടിൽ നിന്ന് കാണാതായ മഡിൽ മക്കൻ എന്ന 3 വയസ്സുകാരിയുടെ കഥയാണിത്. ഇത് വെറും ഒരു മുസ്ലിം കേസ് ആയിരുന്നില്ല കേട്ടോ. ഒരുപാട് നിഗൂഢതകളും വല്ലാത്ത സംശയങ്ങളും നിറഞ്ഞ, ഇന്നും ഉത്തരം കിടക്കുന്ന ഒരു വലിയ സംഭവമാണിത്. അന്നു മുതൽ ലോകത്തിൽ മാതാപിതാക്കളുടെ മനസ്സിൽ ഈ പേര് ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. 2007 മെയ് 3 ഒരു വ്യാഴാഴ്ചയായിരുന്നു ആ ദുരന്തം നടന്നത്. മഡലിനും മാതാപിതാക്കളായ കേറ്റും ജെറിയും, പിന്നെ അവരുടെ 2 വയസ്സുള്ള ഇരട്ട സഹോദരങ്ങളായ സീനും അമിലിയും പോർച്ചുഗലിലെ പിയഡാലൂസ് എന്ന മനോഹരമായ സ്ഥലത്ത് അവധിക്കാലം അടിച്ചു പൊളിക്കാൻ എത്തിയതായിരുന്നു. അവർ താമസിച്ചിരുന്ന ഓഷ്യൻ ക്ലബ് എന്ന റിസോർട്ടിലെ അപ്പാർട്ട്മെൻറ്റ് 5A ആയിരുന്നു. അന്ന് രാത്രി കുട്ടികളെ ബെഡിൽ കിടത്തി ഉറക്കിയ ശേഷം മാതാപിതാക്കൾ അപ്പാർട്ട്മെൻറ്റിൽ വെറും 50 മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ടാപ്പസ് റെസ്റ്റോറൻറ്റിൽ അവരുടെ 7 കൂട്ടുകാരുമായി ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർ മാറി മാറി ഓരോ 20 മിനിറ്റിലും അപ്പാർട്ട്മെൻറ്റിൽ പോയി കുട്ടികൾ സേഫാണോ എന്ന് നോക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എല്ലാം സാധാരണ പോലെയായിരുന്നു, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ. എന്നാൽ രാത്രി ഏകദേശം 10 മണിയോടെ അമ്മ കേറ്റ് പതിവ് പോലെ കുട്ടികളെ നോക്കാൻ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരെ തളർത്തി കളഞ്ഞു. മഴലിൽ കിടന്നുറങ്ങിയ ബെഡ് ഒഴിഞ്ഞു കിടക്കുന്നു. റൂമിൻ്റെ ജനൽ തുറന്നിരിക്കുന്നു. കതകം തുറന്നു കിടക്കുന്നു. മഡലിൻ അവിടെയില്ല. ആ ഞെട്ടലിൽ കേറ്റ് അലറി വിളിച്ചു. ആ നിമിഷം മുതൽ കേറ്റും ജെറിയും കൂടെ അവരുടെ കൂട്ടുകാരും ചേർന്ന് മഡലിനെ തേടിയുള്ള തിരച്ചിൽ തുടങ്ങി. നിമിഷങ്ങൾക്കകം പോർച്ചുഗീസ് പോലീസും കുറച്ചു കഴിഞ്ഞ് ബ്രിട്ടീഷ് പോലീസും ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളും സാധാരണക്കാരും ഈ അന്വേഷണത്തിൽ പങ്കുചേർന്നു. ഒരു കുട്ടി അങ്ങനെ ഒരു അടഞ്ഞ മുറിയിൽ നിന്നും ഒരു തുമ്പും അവശേഷിക്കാതെ എങ്ങനെ മാഞ്ഞു പോകും? ചോദ്യം അവരെയും നമ്മളെയും ഒരുപോലെ അലട്ടി. തുടക്കത്തിൽ പ്രാദേശിക പോലീസ് കാര്യമായ ശ്രദ്ധ നൽകിയില്ല എന്ന വലിയൊരു വിമർശനവും ഈ കേസിൽ വലിയ തലവേദനയായി. തെളിവുകൾ സംരക്ഷിക്കുന്നതിലും സംഭവം നടന്ന സ്ഥലം കൃത്യമായി പരിശോധിക്കുന്നതിലും അവർക്ക് ഒരുപാട് വീഴ്ചകൾ പറ്റിയെന്ന് പിന്നീട് ആരോപിക്കപ്പെട്ടു. കുട്ടിയെ കാണാതായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അപ്പാർട്ട്മെൻറ്റ് ക്രൈം സീനായി സീൽ ചെയ്യാൻ പോലും അവർ തയ്യാറായില്ലത്രേ. ഈ കാര്യം നിർണായകമായ പല തെളിവുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായി. ഈ വലിയ വീഴ്ച കേസിൻ്റെ ഗതിയെ തന്നെ ബാധിച്ചു. മാഡലിൻ്റെ മാതാപിതാക്കളായ കേറ്റും ജെറിയും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വന്നു. പോർച്ചുഗീസ് പോലീസ് അവരെ ആർഗിഡോസ്, അതായത് ഔദ്യോഗികമായി സംശയിക്കപ്പെടുന്നവരായി പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ ഈ വലിയ വാർത്ത ചർച്ചാ വിഷയമായി. മാതാപിതാക്കൾ തന്നെയാണ് പ്രതികൾ എന്ന രീതിയിൽ പല മാധ്യമങ്ങളും വാർത്ത നൽകി. ഇതവരെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഒടുവിൽ അവർ നിരപരാധികളാണെന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം അവരെ ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിട്ടു. ഒരു വശത്ത് മകളെ കാണാതായ വേദന, അതുപോലെ മറുവശത്ത് സമൂഹത്തിൻ്റെ സംശയവും. ആരോപണങ്ങളും അന്വേഷണങ്ങളും പല ദിശകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. മഡലിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകാമെന്ന് ശക്തമായ സംശയങ്ങൾ ഉയർന്നു. കുട്ടികളെ ഉപദ്രവിക്കുന്ന പെഡോഫൈലുകളോ അല്ലെങ്കിൽ വൻകിട കുട്ടികളുടെ കടത്ത് സംഘങ്ങളോ ആകാമെന്ന് ഇതിൽ പിന്നീട് എന്ന് കരുതപ്പെടുന്നു. യൂറോപ്പിലെമ്പാടും ഈ വിഷയത്തിൽ മഡലിൻ്റെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചു. വലിയ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തി. മഡലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് വലിയ തുക പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടു. എന്നാൽ നിർഭാഗ്യവശാൽ ആർക്കും ഒരു തുമ്പും കണ്ടെത്താനായില്ല. തെളിവുകളില്ലാത്തത് കൊണ്ട്
അന്വേഷകരും ആശയക്കുഴപ്പത്തിലായിരുന്നു. പിന്നീട് മഡലിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഒരു അപകടത്തിൽപ്പെട്ടതാണെന്നും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ മൃതദേഹം ഒളിപ്പിച്ചതായുമുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ ഇതിനൊന്നും ഒരു വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ട് ഈ വാദങ്ങളും ശരിയാണെന്ന് സ്ഥാപിക്കാനായില്ല. ഓരോ പുതിയ സാധ്യതകളും അന്വേഷണത്തെ വഴിമുട്ടിച്ചു. വർഷങ്ങൾ 1, 2, 3 എന്ന കണക്കിൽ കടന്നുപോയി. മഡലിൻ മക്കാൻ്റെ തിരോധാനം ഒരു അന്താരാഷ്ട്ര രഹസ്യമായി അങ്ങനെ തുടർന്നു. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ വിവരങ്ങൾ വരുന്നതായും സംശയങ്ങൾ ഉയരുന്നതായും വാർത്തകൾ വന്നു. പക്ഷേ അതൊന്നും കേസിന് ഒരു വ്യക്തമായ ഉത്തരം നൽകിയില്ല. പ്രതീക്ഷകൾ മങ്ങിയെങ്കിലും എന്നാൽ 2020 വഴിത്തിരിവ് വരുന്നത് ആണ്. ജർമ്മൻ അധികൃതർ ക്രിസ്റ്റ്യൻ ബ്രൂക്നർ എന്ന ആളെ ഈ കേസിൽ ഒരു പ്രധാന പ്രതിയായി പ്രഖ്യാപിച്ചു. ഇയാൾ മറ്റു കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി മഡലിൻ കാണാതായ ആ ഒരു സമയം അതേ പ്രദേശത്തുണ്ടായിരുന്നതായി ഒരു ഫോൺ രേഖകളും ഇയാളുടെ അന്നത്തെ നീക്കങ്ങളും സംശയമുണ്ടാക്കി. ഈ കണ്ടെത്തൽ കേസിൽ ഒരു പുതിയ പ്രതീക്ഷ നൽകി. പക്ഷേ ഇയാളാണ് കുറ്റക്കാരെന്ന് തെളിയിക്കാനുള്ള വ്യക്തമായ തെളിവുകൾ ഇതുവരെ ലഭിച്ചില്ല. എങ്കിലും ഇയാളാണ് പ്രധാന സംശയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഏക വ്യക്തി. ഇയാളെ ചോദ്യം ചെയ്യുകയും കൂടുതൽ തെളിവുകൾക്കായി തിരച്ചിലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മഡലിൻ മക്കാൻ്റെ തിരോധാനം ഇന്നും ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾക്ക് ഒരു പേടി സ്വപ്നമാണ്. ഒരു കുഞ്ഞിൻ്റെ ചിരിയും കളിയും ഒറ്റ രാത്രി കൊണ്ട് മാഞ്ഞു പോയത് ഇങ്ങനെ എന്ന ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ ഒരു സങ്കടമായി അവശേഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ പോലീസുകാർക്ക് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പോയ ഒരു നിഗൂഢമാണിത്. സാങ്കേതികവിദ്യ ഇത്രയേറെ വളർന്നിട്ടും ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ കേസ് കുട്ടികളുടെ സേഫ്റ്റിയെക്കുറിച്ചും മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വലിയൊരു പാഠമാണ് നൽകുന്നത്. മഡലിൻ എവിടെയാണ്, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുന്നതുവരെ ഈ കേസ് ഒരു തീരാത്ത വേദന ലോകത്ത് നിലനിൽക്കും. അവളുടെ കുടുംബം ഇന്നും ഒരു പ്രതീക്ഷയിലും വേദനയിലുമാണ്. അവരുടെ പ്രധാനപ്പെട്ടവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള